കൃത്യമായി മനുഷ്യമായി അതിനുള്ളതായി അവർ കിട്ടും. എന്നാൽ വിജയപ്രദത്തുള്ള ജിന്നുകളും അഗ്നികളും തേടിയാൽ അത് ഖുർആൻ വിലക്കിയ പ്രാർത്ഥനയല്ല, ശിർക്കല്ല, പ്രമാണങ്ങളുടെ പിന്തുടരലാണ്. എന്നാൽ നിങ്ങൾ വാദം എഴുതിയില്ലെങ്കിൽ ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടാകും. ആ വാദം എഴുതണമെങ്കിൽ വീണ്ടും ഒരു വ്യവസ്ഥയ്ക്ക് വേണ്ടി ഇരിക്കണം. അല്ല ശരിയല്ല, ദ്വാണ് അദ്ദേഹം പ്രാരംഭിച്ച് വേറെ വ്യവസ്ഥ എഴുതണം. ഒരു വാദം പറഞ്ഞാൽ പോലെ ദ്വാണ് അല്ലെങ്കിൽ അല്ല കണ്ടോ. അപ്പൊ ഇത് കുത്തിപ്പോക്കി പ്രസ്ഥാനത്തിൽ തുടർന്നുണ്ടാക്കി ഞങ്ങളുടെ ശിർക്ക് ആരോപിച്ച് അവസാനം മുമ്പിലുകൾ ഏറ്റെടുത്തു. 5 കൊല്ലം മുമ്പിലോട്ട് കടവുകൾക്ക് ഒന്നിച്ച് മറുപടി കൊടുത്തു. ഇപ്പൊ നവകടവുകൾ ഏറ്റെടുത്തു. എന്നിട്ടും തുടങ്ങി വെച്ചോർ ധൈര്യമില്ല, ധൈര്യമില്ല, അനുഭവം ധൈര്യമില്ല. ഞങ്ങൾ പറയുന്നത് ഖുർആനില്ല, പ്രാർത്ഥനയില്ല. കണ്ടോ, മുജാഹിദുകൾക്കെതിരെ കള്ള ആരോപണം ഉന്നയിക്കുന്ന സക്കരിയ സ്വലാഹിയെ മനുഷ്യൻ ഇത്രയ്ക്ക് തരം താന്നു പോകാറില്ല. മുജാഹിദുകൾ യാ ഇബാദുള്ള അഈനൂനി എന്ന ഹദീസിന്റെ വിഷയത്തിൽ മറുപടി പറയാൻ ധൈര്യം കാട്ടിയില്ല എന്ന നുണയാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. കോടമ്പുഴ സംവാദം കണ്ട ഒരു മനുഷ്യൻ പോലും അത് പറയില്ല. കോടമ്പുഴ സംവാദം ഒന്ന് കണ്ടു നോക്കുക. എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത്? നിഷേധിച്ചിട്ടില്ലല്ലോ. നിങ്ങളെ ശബാബ് കയ്യിൽ പിടിച്ചാ ചോദിക്കുന്നത്. നബിയെ കുറിച്ച് ജനങ്ങളെ അറിഞ്ഞോ? ഹബീബിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണെന്നല്ലേ നിങ്ങളെ പത്രത്തിൽ എഴുതിയത്? ഇതാണോ ദീനിന്റെ പത്രം? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനി പഠിച്ചോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ഇൻ തദ്ഊഹും, ആരെ വിളിച്ചാൽ മറിക്ക് തൊബരി, മറിക്ക് ഇബ്നു കസീർ, ഐ ഇൻ തദ്ഉൽ ആലിഹത, ബിംബങ്ങളെയും ദൈവങ്ങളെയും വിളിച്ചാൽ പിരിച്ചു വിട്ടാൽ ചങ്ങായിമാരെ. അത് ബിംബമാക്കി ദൈവമാക്കി ജിന്നിനെ വിളിച്ചാലും പേവാണ്, ആരെ വിളിച്ചാലും കുഴപ്പ. മനസ്സിലായോ? ഈസാ നബിന്റെ ആളുകൾ വിളിച്ചില്ലേ ദൈവപുത്രനാക്കി? ശിർക്കാണ്, പ്രാർത്ഥനയാണ്. പഠിച്ചോ. മരിച്ചുപോയ പറഞ്ഞ് എവിടെയും നിങ്ങൾക്ക് കാണിക്കാൻ കഴിയില്ല. കൃത്യമായി ഞങ്ങൾ പറയുന്നു, ദൈവമാണ് റബ്ബാണെന്ന് നിലക്ക് വിളിച്ചാൽ ശിർക്കാണ്. അതായി തദൂഹും. ഇനിയെങ്കിലും പഠിച്ചോളൂ. ഇനി ഞങ്ങൾ ചോദിക്കട്ടെ, വിടൂല, ജിന്നും സിഹറൊന്നും വിടൂല. തബറുക്ക് ബർക്കത്തെടുത്താ മുശ്രിക്കാവുന്ന് നിങ്ങളെ മൗലവി. പഠിച്ചോ. എങ്ങനെ? മറഞ്ഞ വഴിയിലൂടെ ഗുണം പ്രതീക്ഷിക്കാനുള്ള വിഷയം അത് പറയാൻ തയ്യാറായില്ല. ഞങ്ങളെ വിജയാതൊക്കെ ഞങ്ങളെ മുന്നിൽ വന്നിട്ട് പറയുന്നില്ല. മറഞ്ഞ വഴിയിലൂടെയുള്ള സഹായത്തായിട്ടാണ് കാരണം. എന്തേ തൊള്ളർക്കാത്തത്? തുറക്കൂലകള്. നിങ്ങളെ കഥ കഴിഞ്ഞു മക്കളെ. ഇത് നോക്കി നിങ്ങള്. ഇതിലിതാ പറയുന്നു, അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുത്താൽ മുശ്രിക്കാകും. റസൂലുള്ളാഹിന്റെ എന്തുകൊണ്ട് ബർക്കത്തെടുത്താൽ മുശ്രിക്കാവും? നിങ്ങളെ CP ഉമർ സുല്ലം ഇത് ചെറിയമുണ്ടല്ല, നിങ്ങളെ ജനറൽ സെക്രട്ടറി ഇയാൾ പറയുന്നു, നബി തങ്ങളുടെ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിന്റെ ആധാറുകൾ കൊണ്ട് ബർക്കത്തെടുത്തിരുന്നു. എന്റെ ചോദ്യം, CP മുശ്രിക്കാണോ? മുശ്രിക്കിന്റെ ലിസ്റ്റ് കരഞ്ഞിട്ട് കാര്യമില്ല. അലി മദനി ഇല്ല. കാരണം എന്താ? യാമാനി മൗലവി, മൂസ മൗലവി തുടങ്ങിയിട്ട് ലാസ്റ്റ് ഏത് വരെ നിങ്ങളുടെ സ്വന്തം ജനറൽ സെക്രട്ടറി CP വരെ മുശ്രിക്ക്. പിന്നെ ഖുർആനിലും ശിർക്ക്. എവിടുക്കാങ്ങളെ ശിർക്കി കൊണ്ടുപോണ്? ഇതെന്ത് ശിർക്കാടോ? ഇന്ന ശിർക്കല്ല ശിർക്ക. വെല്ലുവിളിക്കുന്നു നിങ്ങളെ. കൊണ്ടുപോവാ തഫ്സീർ. ഖുർആനിലെ ആയത്ത് വിഗ്രഹങ്ങളെ കുറിച്ചാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാനാണ് ഇപ്പോൾ അഹ്സൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ വിഷയാവതരണം മുതൽ ഓതി കേൾപ്പിച്ചാണ്. ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാ ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ. നിങ്ങൾ വിഗ്രഹങ്ങളാ? നിങ്ങൾക്ക് ജീവനില്ലേ? നിങ്ങൾ ഇളകുന്നില്ലേ? നിങ്ങൾ സംസാരിക്കുന്നില്ലേ? നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ലേ? നിങ്ങൾ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ? ഇബാദുൻ അംസാലുക്കും, നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നാണ് ഖുർആൻ അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റൊരിടത്ത് ഖുർആൻ എടുത്തു പറഞ്ഞത്, വല്ലദീന യദഊന മിൻ ദൂനില്ലാ ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ അംവാതുൻ ഗൈറു അഹ്യാ വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ. അവർ ജീവനില്ലാത്തവരാണ്, മരണപ്പെട്ടവരാണ്, ഒന്നിനെയും സൃഷ്ടിക്കാത്തവരാണ് എന്നും ഖുർആൻ എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇൻ തദഊഹും ലാ യസ്മഉ ദുആക്കും എന്ന് പറഞ്ഞാൽ അത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമാണ് ആണെന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ലല്ലോ. ഖുർത്തുബിയും അതുപോലെയുള്ള തഫ്സീറൊക്കെ എടുത്ത് മറിച്ചു നോക്കൂ. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, വിഗ്രഹങ്ങളെ പറയുന്ന കൂടെ തന്നെ അമ്പിയാക്കൾ പെടും എന്നതിന്റെ കൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ കൂടെ പറഞ്ഞത് വിട്ടുകൊണ്ടാണ് ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല,
മരിച്ചുപോയ മഹാത്മാക്കൾ, അമ്പിയാക്കള്, ഔലിയാക്കള്, ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം തുടങ്ങിയിരിക്കുന്നവരൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ വിഷയത്തെ സംസാരിച്ചത്. റൂഹുൽ ബയാനിലും അതുപോലെ ഖുർത്തുബിയിലും ഒക്കെ ഈ കാര്യം ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ട്. അതൊക്കെ മറച്ചു വെച്ചിട്ട് ഇവര് പുതിയ വാദഗതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചതാണ്. യഥാർത്ഥത്തിൽ ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇത് വിഗ്രഹങ്ങളെ കുറിച്ച് മാത്രമല്ല, അതുപോലെ തന്നെ ഇത് മരിച്ചുപോയ മഹാത്മാക്കൾ, ഔലിയാക്കൾ, അമ്പിയാക്കൾ അടക്കമുള്ള ആളുകളെ കുറിച്ച് തന്നെയാണ് എന്ന് തഫ്സീറുകളാണ് പറഞ്ഞത്. ഞങ്ങളുടെ സ്വന്തം വകയല്ല, അത് ആ നിലക്ക ഞങ്ങൾ എടുത്തുദ്ധരിച്ചത്. തുടക്കത്തിൽ വിഷയാവതരണം മുതൽ ഈ സംഗതി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇബാദുൻ അംസാലുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ള അടിമകൾ എന്നല്ലാതെ നിങ്ങളെപ്പോലെയുള്ള വിഗ്രഹങ്ങൾ ഇതിന് അർത്ഥമുണ്ട് എന്ന് വിചാരിക്കുന്നില്ല. അത് കൃത്യമായി എല്ലാവർക്കും മനസ്സിലാകും. പിന്നെ മൂപ്പരെന്താ ഖുർആൻ ഈ ബർക്കത്ത്, റഹ്മത്ത്, അതുപോലെ ബർക്കത്തെടുത്താല് അവശിഷ്ടങ്ങൾ കൊണ്ട് ബർക്കത്തെടുത്താല്, ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയത്തിൽ അത് പെടുന്നില്ല. നമ്മൾ എഴുതിയിരിക്കുന്ന വ്യവസ്ഥയിൽ ബർക്കത്തെടുക്കുന്നതിനെ കുറിച്ചൊരു വാചകം പോലുമില്ല. മറിച്ച് മുഹ്യിദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ ഖുർആൻ അരുതെന്ന് പറഞ്ഞ പ്രാർത്ഥനയല്ലെന്നും അത് ശിർക്കല്ലെന്നും പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്നുമാണ് നിങ്ങൾ വാദം എഴുതിയത്. അതിനാൽ ആ വാദത്തിലേക്ക് തന്നെ തിരിച്ചു വന്നുകൊണ്ടായിരിക്കണം വിഷയം സംസാരിക്കേണ്ടത്. മാത്രവുമല്ല, ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആക്കും എന്ന ആയത്തിന്റെ അവസാനം പറഞ്ഞ എന്താ? വയക്ഫുറൂന ബിശ്ശിർക്കിക്കും, നിങ്ങൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന ഇസ്തിഗാസ അത് ശിർക്കാണ്. പരലോകത്ത് വരുമ്പോ അവർ നിഷേധിക്കും, അവർ തള്ളിക്കളയും. ഏതാ ശിർക്ക്? അവർക്ക് വേണ്ടി അവരോട് നടത്തിയിരിക്കുന്ന ദുആ അഥവാ ഇസ്തിഗാസ എന്ന് കൃത്യമായി ഞാൻ പലതവണ ആവർത്തിച്ചു പറഞ്ഞതാണ്. അതൊക്കെ മാറ്റിവെച്ചിട്ടാ മൂപ്പർ എന്ത് ചെയ്യുന്നത്? പുതിയ വാദഗതികളുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് വിഷയത്തിന്റെ മർമ്മത്തിലേക്ക് വരണം, വാദത്തിലേക്ക് തിരിച്ചു വരണം, എന്നിട്ട് വേണം കാര്യങ്ങൾ സംസാരിക്കുവാൻ. ചോദ്യം ചോദിക്കുകയാണെങ്കിലും ഉത്തരം പറയുകയാണെങ്കിലും ചർച്ചയിൽ പങ്കെടുക്കുകയാണെങ്കിലും എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് വിഷയത്തിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കണം എന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. വഫാത്തായി പോയ മഹാന്മാരോട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്കാണെന്ന് ഇപ്പൊ വായിച്ചിട്ടുണ്ടോ? ഇല്ല. വഫാത്തായി പോയ മഹാന്മാരോട് അവരുടെ മുഅ്ജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നത് ശിർക്കാണെന്ന് പറയാൻ ഈ മൗലവിക്ക് കഴിഞ്ഞില്ല. പച്ച നുണയാണ് പറഞ്ഞത്. പിന്നെ സീമാഹുമുത്തഹലീക്ക് എവിടെ? ഞങ്ങൾ മറക്കൂല, ടേപ്പ് റിക്കാർഡും മറക്കൂല. ഞങ്ങളെ വിചാരണ ചെയ്തോളാം, ജനകീയ വിചാരണ. എന്തേ മൗലവി? തുമ്മ യർജി യജൂസു അൻ യർജിയ ഹാദാ ഇലൽ മഅ്ബൂദീന മിമ്മാ യഅകിൽ. ബാക്കി എന്തേ ഇപ്പൊ വായിക്കാനൊരു മടി? കൽ മലായികത്തി വൽ ജിന്നി. വായിക്കാൻ മടി, വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. ജിന്ന് പോലെ ഇതരെ ഞങ്ങളോട് ഓതിയല്ലേ, ഞങ്ങൾ പറഞ്ഞുതരാം കേട്ടോ അതിന്റെ അർത്ഥം. ഇൻ തദൂഹും എന്ന് പറഞ്ഞത് എപ്പോഴാണ് ഇവരൊക്കെ ആകുക? ഇലൽ മഅ്ബൂദീന. പഠിച്ചു വെച്ചോ, അവർക്ക് ചെയ്യുന്ന ഉടമയാണ്, അടിമയാണ്, ദൈവമാണ്. ഈ നിരക്ക് ചെയ്യുന്ന ഇബാദത്ത് ചെയ്താൽ അതിൽ ജിന്നും പെട്ടു, എല്ലാവരും പെട്ടു. ജിന്ന് വായിക്കാൻ തരും വരെ മടിയേ. ഇത് കരിമ്പിലാക്കൽ തന്നെ അല്ലേ? ഇപ്പൊ ആരൊക്കെ മുശ്രിക്ക് ആയത്? CP ഖുർആനിൽ പിന്നെ റഹ്മത്ത് പറഞ്ഞപ്പോൾ അതും മുശ്രിക്ക്, പിന്നെ അമാനി മൗലവി, പിന്നെ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് മൂസ മൗലവി, KM മൗലവി, പിന്നെ മുഴുവൻ ഇമാമിങ്ങളും. ഈ ഇമാമിങ്ങളൊന്നും ഇല്ലാത്ത സ്വർഗത്തിലേക്കാണോ നിങ്ങളെ പോക്ക്? ആ സ്വർഗത്തിന്റെ പേരാണോ നരകം? അതിൽ നിങ്ങൾക്ക് പോയിക്കോ. ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞോളാം, നബവി ഇമാമ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉന്തുർന്നപ്പോൾ മറക്കണ്ട, അത് ഞങ്ങൾ മറന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ അവസാനത്തെ ചോദ്യം കൂടി പിടിച്ചോ. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരാൾ അള്ളാഹുവിന്റെ റസൂലിനോട് ഉന്തുർനായ റസൂലല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ മുശ്രിക്കാണോ? പറയണം. അവൻ മുശ്രിക്കാണോ? പറയണം. നിങ്ങൾ ഖുർആൻ പറഞ്ഞതെന്താ? ഖിയാമത്ത് നാൾ വരെയുള്ള സർവരോടും നിങ്ങൾ പറയണം അള്ളാഹുവിന്റെ റസൂലിനോട് ഉന്തുർനാ പറയണം. നിങ്ങൾ ഇവരൊരു ശിർക്ക് തൊഴിലാളികളാ. എല്ലാരും മുശ്രിക്ക്. സിഹ്ർ ഫലിക്കും മുശ്രിക്ക്, ബർക്കത്തെടുത്താ മുശ്രിക്ക്, റസൂലിനെ കുറിച്ച് റഹ്മത്ത് അറിഞ്ഞാ മുശ്രിക്ക്. മുശ്രിക്കുകളുടെ ഒരു പടയാണോ ഈ ഗ്രൂപ്പ്? എന്താ നിങ്ങൾക്ക് പറ്റിപ്പോയത്? എന്നിട്ട് ഹദീസും പഠിച്ചിട്ടില്ല, ആയത്തും പഠിച്ചിട്ടില്ല. ഇപ്പം നസാഫ് എഴുന്നേൽക്കലെന്നെ നിർത്തി. കുറെ ഇങ്ങനെ നോളായി നോക്കി, കുഞ്ഞാ പോയി. ഒരു കാര്യവുമില്ല മക്കളെ. പിന്നെ സംസ്കാരം വിട്ട് സംസാരിച്ചു. അത് ഞങ്ങളെ ശൈലി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ ഒഴിവാക്കി. ഞങ്ങൾ പറയട്ടെ, മാന്യമായി ഒറ്റ വാക്കിൽ പറയുന്നു, ഞങ്ങളോട് ഞങ്ങളെ റബ്ബ് പറഞ്ഞ ഒരു പ്രാർത്ഥനയുണ്ട്. അത് ഇമാം റാസി പറഞ്ഞു,
ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, ഒരു ശക്തിയോട് നമ്മൾ തേടുന്നു, ദൈവമാണ് റബ്ബാണെന്ന നിലക്ക് ആ തേട്ടം റബ്ബിനോടല്ലാതെ പറ്റില്ല. അതാണ് ഇൻ തദഊഹു എന്ന് പറഞ്ഞത്, അതാണ് ലാ തദഊ മഅല്ലാഹി അഹദ എന്ന് പറഞ്ഞത്, അതാണ് ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന് പറഞ്ഞത്, അതാണ് ഖുൽ ഇന്നമാ അദഊ റബ്ബി എന്ന് പറഞ്ഞത്. ഈ പ്രാർത്ഥനകളൊക്കെ ഈ പറഞ്ഞ ഇസ്തിദ്ആഉൽ അബ്ദി റബ്ബഹു, റബ്ബാണ് ദൈവമാണെന്ന് വിചാരിച്ച് തേട്ട റാസി മാമ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ നബിയോട് പറയുന്നതോ അത് ഖുർആൻ ഞങ്ങളോട് പറഞ്ഞിട്ടാ. പറയൂ നബിയോട് ഉൻദുർന. ചോദ്യം, ഇക്കാലത്ത് ഉൻദുർന നബിയോട് പറഞ്ഞ മുശ്രിക്കാണോ? റഹ്മത്ത് നിങ്ങൾക്ക് ശിർക്കന്നെ ഇക്കാരം. കാരണം റഹ്മത്ത് എന്ന് റസൂലുള്ളാഹിനെ കുറിച്ച് പറഞ്ഞ ശിർക്കാണ്. ജനങ്ങളെ കേൾക്കുന്നില്ലേ? ദയവ് ചെയ്ത് പരലോകമാണോ നിങ്ങളുടെ ചിന്ത? സ്വർഗത്തിൽ ഹബീബിന്റെ കൂടെ നിൽക്കണോ? ഒരു വാക്ക് പറയട്ടെ, മിണ്ടാൻ കഴിഞ്ഞോ ഇവർക്ക്? മിണ്ടാൻ കഴിഞ്ഞവർക്ക് റഹ്മത്ത് എന്ന് പറഞ്ഞ ശിർക്കാന്ന് വരെ ഞാൻ ഉദ്ധരിച്ചിട്ട് കാണാമുണ്ടിയോ? ഇല്ല. അതുകൊണ്ട് ജനങ്ങളോട് പറയുന്നു, നബവി ഇമാമിന്റെ കൂടെ സ്വർഗത്തിൽ പോകണോ? ചോദ്യമാണ്. ഹബീബിന്റെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടണോ? റസൂലിനെ കുറിച്ച് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ബർക്കത്തെടുത്ത ഉമ്മു സലമ ബീവി, ഉമ്മു സലീം, ഇവരൊക്കെ മുശ്രിക്ക്. ബുഖാരി ഇമാം മുശ്രിക്ക്. സിഹർ ഫലിക്കുമെന്ന് പറഞ്ഞവരൊക്കെ മുശ്രിക്ക്. ഇങ്ങനെ ഒരു ശിർക്ക് തൊഴിലാളികളെ നമുക്ക് വേണോ? വേണ്ട. അതാ ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ വിളിച്ചോളാ യാ റസൂലല്ലാഹ്. എന്റെ കോടമ്പോയിലെ പ്രവർത്തകരെ അഭിനന്ദനങ്ങൾ, മധ്യസ്ഥന്മാർക്കും അഭിനന്ദനങ്ങൾ. തീർത്ത് ഞാൻ പറയുന്നു, ഞങ്ങളെ തെളിവ് സമർപ്പിച്ചു. ഇന്നമാ വലിയുക്കമുള്ള മുതൽ ലാ ഉൻദുർന വരെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങളെ തൗഹീദ് ഞങ്ങൾ പൊളിച്ചു കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ വിളിക്കും ഉൻദുർന യാ റസൂലല്ലാഹ്. ഈ സംവാദത്തിലെ അവസാനത്തെ ഭാഗത്തേക്ക് തിരികെയാണ്. ഇവിടെ ഒരു കാര്യം ഏതു സാധാരണക്കാരനും ബോധ്യപ്പെടും. അള്ളാഹുവിൻ്റെ പ്രവാചകർ മരിച്ചുപോയ മറ്റു ഒരു പ്രവാചകരോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഇന്നുവരെ അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകർ മരിച്ചുപോയ ബദർ ശുഹദാക്കളോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവം ഇന്നുവരെ അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. ലോകത്തിന്റെ ഏത് കോണിൽ നിന്ന് ആര് എപ്പോൾ വിളിച്ചു തേടിയാലും അതൊക്കെ പ്രത്യേകം കേട്ട് മനസ്സിലാക്കുവാനുള്ള കഴിവ് ഏതെങ്കിലും ഒരു മഹാന് അള്ളാഹു കൊടുത്തതായി ഇതുവരെ അഹ്സനിമാർ സംസാരിച്ച എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. ജീവിച്ചിരിക്കുന്ന കാഫിറുകളോട് വരെ സഹായം തേടിയിരിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ എപ്പോഴെങ്കിലും മരിച്ചുപോയ ഒരു മഹാനോട് ഇസ്തിഗാസ നടത്തിയ ഒരു സംഭവവും ഇതുവരെയും അഹ്സനിമാർ ഉദ്ധരിച്ചിട്ടില്ല. ഈ വിഷയത്തിന്റെ മർമ്മം മുഹ്യിദ്ദീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്തിഗാസ അല്ലാഹു ശിർക്കാണ് എന്ന് പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയല്ല, അതുകൊണ്ട് ശിർക്കുമല്ല, പ്രമാണങ്ങളുടെ പിൻബലമുള്ളതാണ് എന്ന് വാദമെഴുതിയിരിക്കുന്ന അഹ്സനിമാർ അതിന് ഉപോത്ബലകമായി നമ്മൾ ചോദിച്ചിരിക്കുന്ന ഈ വിഷയങ്ങളോട് കൃത്യമായി പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. പിന്നെ എന്താ ചെയ്തത്? ഇതുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത വേറൊരുപാട് വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ ഇങ്ങനെ കെട്ടിയിട്ട് എങ്ങനെയെങ്കിലും ഈ സമയം ഒന്ന് കളയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ള മാത്രമാണ്. അതില് പ്രധാനമായും ഇവർ കൊണ്ടുപിടിച്ച് വന്നിരിക്കുന്നത് ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി ഷബാബിൽ മുമ്പ് എഴുതിയിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് മാത്രമാണ്. ആ വിഷയം ഞങ്ങൾ ഇവിടെ ചർച്ചക്കിടാതിരുന്നത് അത് ഇതിന്റെ വ്യവസ്ഥയുമായി നേർക്കുനേരെ ബന്ധമില്ലാത്ത കൊണ്ടും വേണമെങ്കിൽ അതിന് മറ്റൊരു ചർച്ച ആവാമെന്നതുകൊണ്ടുമാണ്. എന്നാൽ തീരെ അതിനെക്കുറിച്ച് യാതൊന്നും പ്രതികരിക്കാതെ പോയാൽ ഞങ്ങളുടെ പേരിൽ ഒരു വലിയ അപരാധം ബാക്കി നിൽക്കുമെന്നതിനാൽ ഞങ്ങൾ തുറന്നു പറയട്ടെ, 2009 ഷബാബ് അതുകൂടി അഹ്സനിമായി വായിക്കേണ്ടിയിരുന്നു. മാത്രമല്ല ഏറ്റവും പുതിയ ഷബാബ് ഒന്നുകൂടി വായിക്കേണ്ടിയിരുന്നു. ഈ ഷബാബിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ജിന്നുകളോട് സഹായം തേടുന്നത് തൗഹീദിന് എതിരല്ലേ എന്ന ചോദ്യത്തിന് ഉത്തരമായി ഇതേ ചെറിയമുണ്ടെന്ന് തന്നെ ജിന്നുകളോട് സഹായം തേടുന്നതും മലക്കുകളോട് സഹായം തേടുന്നതും ശിർക്കാണ് എന്ന് ആവർത്തിച്ച് ആണയിട്ട് അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ പ്രഖ്യാപിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ അവിടെ വെച്ചത് വിഷയത്തിലേക്ക് നിങ്ങൾ വരാൻ വേണ്ടി തന്നെയാണ്. ഏറ്റവും പുതിയ ഷബാബിലൂടെ അതേ ചെറിയമുണ്ട അബ്ദുൽ ഹമീദ് മദനി മുഖാമുഖത്തിലെ ചോദ്യത്തിനുള്ള ഉത്തരമായി കൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നു, വിജനമായ സ്ഥലത്ത് ഒറ്റപ്പെട്ട ആള് അവിടെ മലക്കോ ജിന്നോ ഉണ്ടാകുമെന്ന് കരുതി അവരെ സഹായത്തിന് വേണ്ടി തേടിയാൽ അവരെ വിളിച്ചാൽ അത് ശിർക്കാണ് എന്ന് പുതിയ ഷബാബിലൂടെ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഞങ്ങൾ ഈ വിഷയത്തിലേക്ക്, അടിസ്ഥാന വിഷയത്തിലേക്ക്, മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടുന്നതിന് വിശുദ്ധ ഖുർആന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലമില്ലാത്തത് കൊണ്ട് ആ വിഷയത്തിലേക്ക്
അഹ്സനിമാരെ കയറിട്ട് വലിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇതുവരെയും ആ ഭാഗം അവിടെ തന്നെ വെച്ചത്. വിഷയത്തിലേക്ക് വരട്ടെ, വാദത്തിലേക്ക് വരട്ടെ, എഴുതിയിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദം നടക്കട്ടെ. പല സ്ഥലങ്ങളിലും അവർ ചെയ്യുന്ന പോലെ വിഷയം വിട്ട് വാദം വിട്ട് പല ദിക്കിലൂടെ സഞ്ചരിച്ച് അവസാനം എന്തിനാണ് വാദപ്രയോഗം നടത്തിയെന്ന് ചോദിച്ചാൽ ഉത്തരമില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നതിനെ തടയിടുവാൻ വേണ്ടി വാദത്തിൽ ഉറച്ചു സംസാരിക്കുവാനും വ്യവസ്ഥക്കനുസരിച്ച് മുന്നോട്ട് പോകുവാനും തയ്യാറാവണമെന്ന് വീണ്ടും വീണ്ടും ആവശ്യപ്പെട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ നിന്നത്. അതുകൊണ്ട് വ്യക്തമായി പറയുന്നു, ചെറിയ മുണ്ടത്തെ മുശ്രിക്കാക്കി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ചെറിയ മുണ്ടത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ശിർക്ക് ആരോപിക്കാൻ സാധിക്കില്ല. ജിന്നും സിഹിറും അതുപോലെയുള്ള മലക്കും അടക്കമുള്ള വിഷയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വിഭാഗത്തെ മുശ്രിക്കാക്കുവാനും ശിർക്ക് ആരോപിക്കുവാനും നിങ്ങൾക്ക് സാധിക്കില്ല. മനപ്പായസം ഉണ്ണാമെന്നല്ലാതെ. അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടുള്ളവരാണ്. ജിന്നിനോട് വിളിക്കുന്നതും മലക്കിനെ വിളിക്കുന്നതും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിക്കുന്നതും ശിർക്ക് തന്നെയാണ്, തനിച്ച് ശിർക്ക് തന്നെയാണ് എന്ന് ഇതുവരെയും പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രസ്ഥാനത്തിന് ഇനിയും പ്രഖ്യാപിക്കുവാൻ യാതൊരു മടിയുമില്ല. എന്നാൽ എഴുതപ്പെടുന്ന ലേഖനങ്ങളിൽ വാചകങ്ങളിൽ എവിടെയെങ്കിലും സ്ഖലിതങ്ങൾ വന്നാൽ ചൂണ്ടിക്കാണിക്കുമ്പോൾ തിരുത്തി കൊടുക്കുകയും ചെയ്യും. മാത്രമല്ല ആവശ്യമുള്ള വിശദീകരണം നൽകും. ഇപ്പോൾ ഏറ്റവും അവസാനം ചെറിയമുണ്ട് അബ്ദുൽ ഹമീദ് മദനി തന്നെ ഷബാബിന്റെ താളുകളിലൂടെ ആ കാര്യങ്ങൾ വ്യക്തമാക്കി വിശദമാക്കി ശിർക്കാണി എന്ന് സമർത്ഥിച്ച് മാലോകരെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അഹ്സനിമാർ അറിഞ്ഞിട്ടില്ലെങ്കിലും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൃത്യമായി പറയുന്നു, ജിന്നിനെ വിളിച്ചാലും മലക്കിനെ വിളിച്ചാലും മരിച്ചുപോയ മഹാത്മാക്കളെ വിളിച്ചാലും അത് രോമം വെച്ച ശിർക്കാണ്. ആ ശിർക്കിൽ ആരൊക്കെ എത്തിപ്പെടുന്നുവോ അവർ ആ വഴിയെ തന്നെയായിരിക്കും സഞ്ചരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സഹോദരന്മാരെ, മുടിയിട്ട ഒരു സോഡ കൊടുക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പൊ അഹ്സനിമാരുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ തമാശ. വിശുദ്ധ ഖുർആനിൽ നിന്ന് നൂറുകണക്കിന് ആയത്തുകൾ ഓതി ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളെ തൗഹീദിലേക്ക് കൊണ്ടുവരുമ്പോ ഓരോ വർഷവും ഓരോ ആയത്തിൽ ഇജ്തിഹാദ് നടത്തി ശിർക്കിന് തെളിവാക്കുന്ന ഈ ആളുകൾ, ഈ അഹ്സനിമാർ ഇബ്ലീസിന്റെ ദജ്ജാലിന്റെ പിൻഗാമികളാണെന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയമില്ല, ഞങ്ങൾക്ക് സംശയം യാതൊന്നുമില്ല. നാളെ പടച്ചവന്റെ മുമ്പിൽ, അള്ളാഹുവിന്റെ മുമ്പിൽ നൂറുകണക്കിന് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കരുതെന്നുള്ള ആയത്തുകൾ വരുമ്പോ ആ ആയത്തുകൾക്ക് നേരെ അത് കേൾക്കാൻ തയ്യാറില്ലാതെ പുതിയ ഗവേഷണവുമായി വന്ന അഹ്സനിമാരുണ്ടല്ലോ, അവരൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഈ ഉള്ളാക്കിടുന്ന ആളുകളില്ലാത്ത, തക്ബീർ ചൊല്ലാൻ ആളുകളില്ലാത്ത അള്ളാഹുവിന്റെ കോടതിയിൽ, അവൻ മാത്രം വിചാരണ ചെയ്യുന്ന കോടതിയിൽ, മരിച്ചവരെ ജീവിപ്പിക്കുന്ന അവന്റെ കോടതിയിൽ, മഹ്ശറയിൽ നരകവും സ്വർഗവും കൊടുക്കാനുള്ള അള്ളാഹുവിന്റെ കോടതിയിൽ ഒരു ശൈഖുമാരുമില്ല, ഒരു തങ്ങന്മാരുമില്ല, ഒരു കാന്തപുരവുമില്ല, ഒരു കോജരാജാവുമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ലോകത്ത് വിശുദ്ധ ഖുർആൻ പഠിക്കൽ, അത് പഠിക്കൽ പ്രത്യേകമായ സുന്നത്ത് പോലും ഇല്ലെന്ന് എഴുതി വെച്ച ദുനിയാവിലെ ഒരൊറ്റ കൂട്ടര് നിങ്ങൾ മാത്രമാണ്. നഖം മുറിച്ചാൽ കൂലി, മുടി വളർത്തിയാൽ കൂലി, ഉളവെടുത്താൽ കൂലി. വിശുദ്ധ ഖുർആനിൽ നിന്ന് നിത്യേന പാരായണം ചെയ്യേണ്ട, വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥം പോലും പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേക സുന്നത്തുമില്ലെന്ന് എഴുതി വെച്ച നിങ്ങളെ ഖുർആനിന്റെ പരിഭാഷ ഇറക്കി ആ പരിഭാഷകളെ പച്ചക്ക് നിങ്ങൾ തള്ളിക്കളഞ്ഞു. ഇന്നമാ വലിയക്കുമുള്ള എന്ന ആയത്തിന് ഞങ്ങൾ കൂറ്റനാട് മുഹമ്മദ് മുസ്ലിയാരെ പരിഭാഷയെ എടുത്തു വെച്ചത്, വലിയ കാലി ഇമ്പിച്ചുക്കോയ തങ്ങളുടെ പരിഭാഷയെ വായിച്ചത്. അവരാരും ഈ ആയത്ത് കണ്ടില്ലേ? നിങ്ങൾ ഇന്ന് ഓതിയ ആയത്ത് കണ്ടില്ലേ? റായിന എന്ന് അവർ കണ്ടില്ലേ? ഇബ്നു കസീർ അവർ വായിച്ചില്ലേ? റാസി അവർ വായിച്ചില്ലേ? എന്നിട്ട് എന്തേ അവനവന്റെ മദ്രസയിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ പോലും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാം എന്ന് പറയാത്തത് മുസ്ലിയാക്കന്മാരെ? അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ഒരായത്തെങ്കിലും അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന കാണിച്ചു തരാൻ ഇവിടെ വെല്ലുവിളിച്ചോ? മഹാത്മാക്കളോട് പ്രാർത്ഥിച്ചത് വെല്ലുവിളിച്ചോ? ഉത്തരമില്ല. ചോദ്യം ചോദിക്കാൻ അവകാശമില്ലെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനും ഉത്തരം പറയാനും അറിയില്ലെങ്കിൽ അത് നേർക്ക് നേരെ വ്യക്തമായ വാദപ്രതിവാദമാണിത്. ഞങ്ങൾ ചെറിയ മുണ്ടത്തിൻ്റെത് അവസാനത്തേക്ക് നീക്കിവെച്ചത് ഞങ്ങൾക്കറിയാം. സഖാഫിമാരെ, അഹ്സനിമാരെ, നിങ്ങളുടെ കയ്യിലുള്ള തുരുപ്പ് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നത് കാണാൻ അതിനാൽ ഞങ്ങൾ ഇത് അവസാനത്തേക്ക് വെച്ചത്. ഇത് തിരുത്തിയതല്ല, വിശദീകരണമാണ്. എന്തേ നിങ്ങൾ ചോദിച്ചല്ലോ, എന്താ മലക്കുകളോടും
ജിന്നുകളോടും സഹായം ചോദിക്കുന്നത് എന്തോ ശിർക്കാന്ന് പറയാത്തത്? ഇവിടെ കരിമ്പിലാക്കലില്ലേ, വലിമദനി പറയുന്നില്ലേ? ഉണ്ടടോ, പറയുന്നു. ഞങ്ങൾ ധൈര്യമായി പറഞ്ഞു, അല്ലാഹുവല്ലാത്ത മഹാത്മാക്കളോട്, ജിന്നുകളോട്, മലക്കുകളോട്, ആരോടും അല്ലാഹുവല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചാൽ, സഹായം ചോദിച്ചാൽ അത് ശിർക്ക് തന്നെ, അത് ശിർക്ക് തന്നെ, അത് ശിർക്ക് തന്നെ. നിങ്ങൾക്കും മറ്റവർക്കും കൂടിയാണ് ഞങ്ങൾ പറയുന്നത്. രണ്ട് കൂട്ടരോടുമാണ് പറയുന്നത്. നിങ്ങൾ രണ്ടു കൂട്ടരെയും ഒരു നുകത്തിൽ വെച്ച് കെട്ടാം, നിങ്ങൾക്കൊന്നാകാം, നിങ്ങൾക്കൊന്നായിട്ട് പ്രവർത്തിക്കാം, യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ മുജാഹിദ് ചുണക്കുട്ടികളുടെ മുമ്പിൽ നിങ്ങൾക്ക് നിവർന്നു നിൽക്കാൻ നട്ടല്ലില്ലാഞ്ഞിട്ട് ഇടക്കൊന്ന് നിർത്തിവെക്കാൻ നോക്കി. സാധ്യമല്ല. ഇനിയും നമ്മൾക്ക് തുടരണം. വാദപ്രതിവാദം ഇനിയും വേണം. ആളുകൾ കേൾക്കണം, എന്തേ സദസ്സിൽ നിന്ന് എഴുന്നേറ്റ് പോയത്, വീണ്ടും നിന്നുപോയത്? പുതിയ ആയത്തൊന്നും ഇറക്കാൻ ഞങ്ങൾക്കില്ല. 1400 വർഷങ്ങൾക്ക് മുമ്പുള്ള ആ ഖുർആൻ ധാരാളം മതി ഞങ്ങൾക്ക്. നിങ്ങൾക്ക് ഈ കെട്ടുമാറാപ്പ് ശബാബും സൽസബീലുമല്ലാതെ വിശുദ്ധ ഖുർആനിൽ നിന്ന് ആധികാരികമായി ഒരായത്തുദ്ധരിച്ച് മരിച്ചുപോയ മഹാത്മാക്കളോട് പ്രാർത്ഥിക്കാമെന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്ന് ഈ ലോകം മുഴുവൻ സാക്ഷിയായി ആവർത്തിച്ച് ചോദിച്ചിട്ട് മറുപടി കിട്ടിയില്ല. അതുകൊണ്ട് ഇനി നമ്മൾക്ക് വാദപ്രതിവാദമാവാം. നിങ്ങൾ മറ്റവരെയും കൂട്ടിക്കോളൂ. അമാനിയുടെ തഫ്സീറില് പ്രവാചകന് സിഹർ ബാധിച്ച ഒരു തുണ്ടം പോലും ഉദ്ധരിച്ചിട്ടില്ല. എന്നിട്ട് അമാനി മൗലവി സിഹറിനെ അംഗീകരിച്ചു. അമാനി മൗലവി പ്രവാചക തിരുമേനിക്ക് സിഹർ ബാധിച്ചതിനെ സംബന്ധിച്ച് ഒരക്ഷരം എഴുതിയിട്ടില്ല. ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്കതിന് സാധിക്കുകയുമില്ല. കള്ളം പറയരുത്, പച്ചക്കള്ളം പറയരുത്, രോമം പച്ച കളവ് പറയരുത്. പടച്ചവന്റെ മുമ്പിലേക്ക്, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കടന്നുവരവ് ഇൻഷാ അല്ലാഹ് കാണാം. അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി തേടുന്നു. അസ്സലാമു അലൈക്കും.